ദൈവ തിരുനാമത്തിന് മഹത്വം. പ്രഭാത പ്രാർത്ഥനയുടെ അടുത്ത ഒരു സെഷനുകൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയ അവിടുത്തെ എല്ലാ വിധങ്ങൾക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ആഴമായി ദൈവസന്നിധിയിരിക്കാനും പ്രാർത്ഥിപ്പാനും കർത്താവ് നമുക്ക് അവസരങ്ങളെ ഒരുക്കുന്നല്ലോ. നിങ്ങളൊക്കെ അറിയുന്ന പോലെ ശുശ്രൂഷ സംബന്ധമായ തിരക്കുകളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് പല ദിവസങ്ങളും പകലും വൈകുന്നേരവും മീറ്റിങ്ങുകൾ ഉള്ള ദിവസങ്ങളിൽ പകൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷിപ്പാൻ കയറാൻ കഴിയുന്നില്ല. ഉപേക്ഷ വിചാരിക്കുന്നതല്ല. എങ്കിലും ദൈവത്തിൻ്റെ ദാസൻ പ്രിയ വിജയ് പാസ്റ്റർ വളരെ ശക്തമായിട്ട് ആത്മമണ്ഡലത്തിനകത്ത് ദൈവിക ദൂതുകൾ യഥാർത്ഥത്തിൽ ഇന്ന് കയറുമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കയറാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ്. കാരണം ഞാൻ അകത്ത് കയറിയപ്പോൾ ദൈവത്തിൻ്റെ ദാസനോട് ശക്തമായ ദൈവിക ദൂതുകൾ പറയുന്നതാണ് കേട്ടത്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദി. നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം കർത്താവ് കേൾക്കുന്നുണ്ട്. പലതിൻ്റെയും മറുപടികൾ കേൾപ്പാൻ കർത്താവ് അവസരം ഒരുക്കുന്നുണ്ട്. അതോർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ മോർണിംഗ് പ്രെയറിൻ്റെ അകത്ത് ഈ ചില ദിവസങ്ങളായിട്ട് നമ്മുടെ മെസ്സേജുകൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിലിടുന്നുണ്ട്. മെസ്സേജിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം. സോ ആ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടവർക്ക് അയച്ചു കൊടുക്കുക. അവർക്കത് അനുഗ്രഹമാകും. പക്ഷേ അത് മോർണിംഗ് പ്രെയറിന് പകരമല്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശക്തമായ പവർഫുൾ സെഷൻ എന്ന് പറയുന്നത് പ്രസംഗത്തിന് മുമ്പുള്ള സെക്ഷനാണ്. സോ നിങ്ങളത് അയച്ചു കൊടുക്കുമ്പോൾ ആ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ഈ പ്രഭാത പ്രാർത്ഥനയുടെ ഗ്രൂപ്പിലേക്ക് പങ്കെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് സ്ക്രീനിലൊരു QR കോഡ് നമ്മൾ കൊടുക്കും. QR കോഡ് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് അവരുടെ മൊബൈലിലോ അല്ലെങ്കിൽ ഒരു TV ഡിവൈസിലാണ് കാണുന്നെങ്കിൽ TV ഡിവൈസിൽ മൊബൈൽ ഫോൺ കൊണ്ട് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സ്കാൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അവർക്ക് ആഡാകാൻ പറ്റും. അത് അനുഗ്രഹമായി തീരും. അവരും അവരുടെ വിഷയങ്ങൾ നമ്മളോട് പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അതൊക്കെ അനുഗ്രഹമായി തീരും. നമ്മുടെ അനുവും സുജിയാൻ്റെയും എല്ലാ അവരവരെ ഏൽപ്പിച്ച ദിവസങ്ങളിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ അനുവിൻ്റെ കയ്യിലും സുജാൻ്റെയിലൊക്കെ ലിസ്റ്റ് തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം അനുഗ്രഹമായിട്ട് തീരും എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ തുടർച്ചയായിട്ട് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി അത്ഭുതങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചും കേട്ടും വരികയാണ്. എല്ലാ ദിവസങ്ങളും ഓരോ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു 5 ചിന്തകൾ പറഞ്ഞാണ് മുമ്പോട്ട് വരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ 19ാമത്തെ അത്ഭുതമായി കണക്കാക്കിയിരിക്കുന്ന ഒരു ചിന്തയാണ്. അത് യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ചിന്തയാണ്. അതിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. 4 സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിരിക്കുന്നത്. ഞാൻ 4 വേദഭാഗവും പറയാം. കാരണം സീരിയസ് ആയിട്ട് നോട്ട്സ് തയ്യാറാക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റർ പറയുന്ന പ്രഭാഷണത്തിൻ്റെ അകത്തെ വളരെ സിമ്പിളായ ചിന്തകൾ അവരെഴുതി വെച്ചിട്ട് ആ ചിന്തകൾ അവരുടെ ഓഫീസുകളിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള പലരുടെയും പ്രശ്നങ്ങൾക്കകത്ത് ഇങ്ങനെയുള്ള ചിന്തകൾ പറഞ്ഞ് വചനം ഷെയർ ചെയ്ത് തുടങ്ങി. അതിൽ ഒരു ഹൈന്ദവ വ്യക്തി കൂടുതലായിട്ട് ബൈബിളിനെക്കുറിച്ച് അറിയണം, എനിക്ക് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ കഴിഞ്ഞ ദിവസം കയറാതിരുന്നപ്പം 19ാമത്തെ അത്ഭുതം പറയേണ്ടതായിരുന്നു, 19ാമത്തെ അത്ഭുതം പറയാൻ പറ്റിയില്ല എന്നിങ്ങനെ പറഞ്ഞു. ഓക്കെ, സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ നമ്മുടെ സഹോദരങ്ങൾ ശുശ്രൂഷയിൽ കയറി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കർത്താവ് ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കട്ടെ. 4 സുവിശേഷങ്ങളുടെ റെഫറൻസ് ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം 14ാം അധ്യായം
അതിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 44 വരെയുള്ള ഭാഗത്തും ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലുമാണ് നമ്മൾ ഈ ഭാഗം കിടക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗം സുജി ആൻറ്റി എടുത്തെങ്കിൽ 1-2 വാക്കിൽ ഒന്ന് വായിച്ചു വിട്ടാൽ അതാണെന്നുള്ളതൊന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഞാൻ ഈ എടുക്കുന്ന 5 ചിന്തകൾ കഴിവതും 4 സുവിശേഷങ്ങൾക്കകത്തുനിന്നും ഓരോ ചിന്തകൾ എടുത്തായിരിക്കും പോകുന്നത്. എന്നാലും ആൻറ്റി ഏതാണോ എടുത്തത് അതിൻ്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞിട്ട് 1-2 വാക്യം വായിച്ചതിന് ശേഷം നിർത്തുക. ഞാനത് തുടർന്ന് പറയാം. വായിച്ചാട്ടെ സുജി ആൻറ്റി. മത്തായി 14:13 മുതലുള്ള വാക്യം. അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായ സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു. അവർ മനസ്സറിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവരുടെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. മതി. ശ്രദ്ധിക്കണേ. 1-ാമത്തെ ചിന്ത പറയുന്നു. ഒരുമിച്ചൊരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും കഴിയുമെങ്കിൽ ആ കരം ഒന്ന് കാണട്ടെ. 115 പേരും ആ കരം ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാനേ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുന്നു. യേശുക്രിസ്തുവിൻ്റെ കരുതൽ ആത്മീകം മാത്രമല്ല. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ജീസസ് കെയർസ് ഫോർ നീഡ്സ് ബിയോണ്ട് ദ സ്പിരിച്വൽ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേൾക്കാനിടയായി. യേശു വന്നത് രോഗികളെ സൗഖ്യമാക്കാനല്ല, യേശു വന്നത് ഭൂതങ്ങളെ പുറത്താക്കാനല്ല, യേശു വന്നത് നിൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഞാൻ നിങ്ങളോട് പറയാം, യേശുക്രിസ്തു വന്നത് നമ്മുടെ പാപത്തിന് മോചനം തന്ന് പാപിയെ സൗഖ്യമാക്കാൻ വേണ്ടി തന്നെയാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. പക്ഷേ അതേ യേശുനാഥൻ തന്നെ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്. നിൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നവനാണ്. ഒരു ആമേൻ എത്ര പേര് പറയും? ഞാൻ ഈ സന്ദേശം ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തു ഭൗതികമായ വിഷയങ്ങൾക്കകത്തും വിടുതൽ പ്രവർത്തിക്കുന്നവനാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം രോഗികളെ സൗഖ്യമാക്കാനായിരുന്നില്ല, ഭൂതങ്ങളെ പുറത്താക്കാനായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം, ആമേൻ സ്തോത്രം, അത് എന്തെങ്കിലും പുറംചട്ടകളുടെ പണികൾക്കായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം നമ്മുടെ ആത്മരക്ഷയെങ്കിൽ അതോടൊപ്പം നമുക്കാവശ്യമായ ഭൗതിക മേഖലയിലും എൻ്റെ യേശു ഇടപെട്ടിട്ടുണ്ട്. ജീസസ് കെയേഴ്സ് ഫോർ അവർ നീഡ്സ് ബിയോണ്ട് ദ സ്പിരിച്വൽ റിലംസ്. സി, these crowds actually came for hearing his teachings. തൻ്റെ പഠനങ്ങൾ കേൾക്കേണ്ടതിനാണ് ജനം വന്നത്. എന്നാൽ തൻ്റെ വചനങ്ങൾ താൻ പഠിപ്പിച്ച അനന്തരം ജീസസ് നോട്ടീസ്ഡ് ദെയർ ഹങ്കർ. അവരുടെ വിശപ്പിനെ അവർ തിരിച്ചറിഞ്ഞു. ആത്മീയ വിശപ്പിനെ മാത്രമല്ല, ഫിസിക്കൽ നീഡിനെ യേശുക്രിസ്തു തിരിച്ചറിഞ്ഞു. ട്രൂ മിനിസ്ട്രി does not ignore the physical need while preaching the spiritual truth. ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയാം, ആത്മീകമായ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രഭാത പ്രാർത്ഥനയിൽ കയറിയിരിക്കുന്നത്. ആത്മീകമായ വർധനവിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വചനങ്ങൾ കേൾക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ആത്മാവിൽ വളരേണ്ടതിനുള്ള ആവശ്യമായ സന്ദേശങ്ങളാണ് ഇവിടെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാനിത് പറയുമ്പോഴും എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലർ, ഒരു പദം ഞാനൊന്ന് എടുത്തു പറഞ്ഞോട്ടെ, അവരാരും തങ്ങൾക്ക് വിശക്കുന്നുവെന്ന് യേശുവിനോട് പറഞ്ഞില്ല. ഒരു ഹല്ലേലൂയ പറയാമോ? അവർ ആരും തങ്ങൾക്ക് വിശക്കുന്നുവെന്ന് യേശുക്രിസ്തുവിനോട് പറഞ്ഞില്ല. പകരം ആമേൻ സ്തോത്രം, ആത്മീയ കാര്യങ്ങൾക്കകത്തുള്ള അവരുടെ വിശപ്പ് കണ്ടപ്പോൾ, അവർ സമയം മറന്ന് കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ, അവർ സമയം മറന്ന് യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് യേശു കണ്ടപ്പോൾ, ആരും അറിയാതെ ആരും ചോദിക്കാതെ എൻ്റെ യേശുനാഥൻ എഴുന്നേറ്റു.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അവർക്ക് വിശക്കും, നിങ്ങൾ അവർക്ക് ആഹാരം കരുതുക. ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറുമ്പോൾ സ്തോത്രം പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടം നോക്കാതെ, ഒരു പക്ഷേ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ഒരു ലിവിങ് റൂമിലാകാം, അല്ല നിങ്ങൾ ഒരു പക്ഷേ കിച്ചണിൽ പ്രഭാതത്തിലെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിടാൻ വേണ്ടിയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ കേൾക്കുന്നതാകാം. ഡ്യൂട്ടിക്ക് ഓൺ ദ വേ വാഹനത്തിൽ ഇരുന്ന് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ കാണാം. ഒരുപക്ഷെ നാളെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം എങ്ങനെയെങ്കിലുമൊക്കെ കേൾക്കുന്നവർ കാണാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ യേശുനാഥൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ, സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിന്റെ ആവശ്യങ്ങളെ നീ അറിയുന്നതിനേക്കാൾ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവം ഉണ്ട്. ആ വായ്കളെ തുറന്ന് എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് സ്തോത്രം പറയും? ഇന്ന് പകലിലും 120ഓളം ഡിവൈസസ് കുടുംബങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് കയറിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ആമേൻ ദൂത് കൈമാറുന്നു. നീ പറയാത്ത പലതും യേശുവിനറിയാം. വാക്കുകളില്ലാതെ യേശുവിൻ്റെ നാമത്തിൽ വാക്കുകളുടെ അകമ്പടിയില്ലാതെ സ്വർഗം ഇന്ന് പകലിൽ ചിലതിനോട് ആത്മാവിൽ ദൂത് കൈമാറുന്നു. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ ഒരു നിമിഷം ഈ സൂമിലേക്ക് പോകും. പരിശുദ്ധാത്മാവിൽ ദൂത് ഞാൻ കൈമാറുന്നു. വാമൻ വിശ്വാസത്തോടെ രാമേൻ പറയുക. മടങ്ങി വരട്ടെ. സ്തോത്രം. അപ്പോൾ അവർ യേശുക്രിസ്തുവിനോട് തങ്ങൾക്ക് വിശക്കുന്നുവെന്ന് പറഞ്ഞില്ല. അവർ യേശുക്രിസ്തുവിനോട് ഇങ്ങനൊരു പ്രശ്നത്തിൽ കൂടെ തങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞില്ല. പക്ഷേ യേശു അവരുടെ ആവശ്യത്തെ അറിഞ്ഞു. എന്നെ അറിയുന്നൊരു നല്ലവനുണ്ടെന്നൊന്ന് പറഞ്ഞേ. കരം ഉയർത്തി പറയാൻ കഴിയുമെങ്കിൽ, എന്നെ അറിയുന്നൊരു യേശുവുണ്ട്. നമ്മുടെ യാത്ര ചെയ്ത് നാട്ടിൽ ചെന്നു. നാട്ടിൽ നിന്നാണ് ഇന്ന് മോർണിംഗ് പ്രയറിൽ ലീഡ് ചെയ്യാൻ കയറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രയറിനെയും പ്രാർത്ഥനകളെയൊക്കെ എത്ര ഇമ്പോർട്ടൻ്റായിട്ടാണ് കാണുന്നതെന്നറിയാമോ? ഇത്രയും നാൾ UAE വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് നാട്ടിലോട്ട് പോയതാണ്. തിരിച്ച് വന്ന് മറ്റൊരു ജോലിക്ക് കയറാൻ വേണ്ടി. അപ്പം ഇത്രയും നാൾ അവൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലാത്ത അവൻ്റെ പ്രൊഫഷണൽ കരിയറിന് വേണ്ടിയോ ഒരു ലാപ്ടോപ്പ് വാങ്ങണമെന്ന് അവന് തോന്നിയിട്ടില്ല. അവൻ വാങ്ങിയിട്ടുമില്ല. പക്ഷേ തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോൾ, നാട്ടിലായിരിക്കുമ്പോൾ പ്രഭാത പ്രാർത്ഥനയ്ക്ക് കയറാൻ അതിൻ്റെ ആവശ്യമുണ്ടെന്നറിഞ്ഞ് അനുവിന് ജോലി വിട്ട് പോയപ്പോൾ കിട്ടിയ അവൻ്റെ ചെറിയ സേവിങ്സിൻ്റെ അകത്തുനിന്ന് മോർണിംഗ് പ്രെയറിന് വേണ്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ച് അതില്ലാത്തൊന്ന് അവൻ ലാപ്ടോപ്പ് മീറ്റിങ്ങിന് കയറുന്നത്. ഒരുമിച്ചൊരു ആമയും പറഞ്ഞ അനുവിനെ ഓർത്ത്. പിന്നെ ഇതൊക്കെ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? സ്തോത്രം. അത്രയും ആരും പറഞ്ഞിട്ടല്ല കേട്ടോ, അതവൻ സ്വയമായിട്ട് ചെയ്ത കാര്യം. സ്തോത്രം. കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെയും കൂടെ ഇൻക്രിമെൻറ്റിൽ പുതിയ ജോലി അവന് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ.
ഓക്കെ, സ്തോത്രം. ശ്രദ്ധിച്ചേ, ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാലും വളരെ ആത്മാർത്ഥത്തോടെ അവൻ ചെയ്യുന്നുണ്ട്. ദൈവം അവനെ വാർത്തയ്ക്കൊണ്ടുവരട്ടെ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പം പറയാതെ തന്നെ നിൻ്റെ ആവശ്യത്തെ അറിയുന്നൊരു യേശുവുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറ. സ്തോത്രം. രണ്ടാമത്തെ ചിന്ത, ഇവിടെ യേശു എടുത്തത് 5 അപ്പവും 2 മീനും. ഞാൻ എപ്പോഴും അന്ത്രയോസിനെക്കുറിച്ച് വളരെ ഒരു തമാശയായിട്ടൊക്കെ പറയാറുള്ളതാണ്. ഇപ്പം ഞാനത് പറയുന്നില്ല. കാരണം നമ്മുടെ ഈ ഓൺലൈനിലുള്ള പല സഹോദരങ്ങളും എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പറയും, പാസ്റ്ററെ ഈ ലൈവൊക്കെ പോകുമ്പോൾ പാസ്റ്റർ കുറച്ച് തമാശയൊക്കെ ഒന്ന് കുറയ്ക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഈ സൈക്കോളജിക്കൽ തോട്ട്സാണ് ഞാൻ ഈ നമ്മുടെ GV ടോക്സ് എന്ന് പറഞ്ഞ് പറയുന്നത്. അതിൻ്റെ അകത്ത് മുഴുവൻ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ PhD ചെയ്യുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയിലാണെന്നുള്ള കാര്യം നിങ്ങൾ പലർക്കും അറിയാമല്ലോ. അപ്പം അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, പാസ്റ്റർക്ക് ഇത്ര സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നതല്ല. എൻ്റെ ഈ സഹോദരങ്ങൾ എന്നെ ഇങ്ങനെ പോളിഷ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ആക്കുന്നതാണ്. ഓക്കെ, ഞാൻ സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ ഗൗരവമായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ അന്ത്രയോസിനെ കുറിച്ച് വളരെ രസകരമായിട്ടൊക്കെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ യേശുവിൻ്റെ കൈ വന്നത് 5 അപ്പവും 2 മീനുമാണ്. 5 അപ്പവും 2 മീനുമാണ് യേശു ക്രിസ്തുവിൻ്റെ കയ്യിലെത്തിയത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ 5000 പേർക്ക് വേണ്ടി 5 അപ്പം കൊടുത്താൽ എന്താ കാര്യം? ഒന്ന് ഓർത്ത് നോക്കിയേ. അവിടെ അപ്പം ഇല്ലാത്തതല്ല പ്രശ്നം, അപ്പം ഉണ്ട് അല്ലേ? അപ്പം ഇല്ലാത്തത് പ്രശ്നമേ അല്ല, അപ്പം ഉണ്ട്. പക്ഷേ ആ അപ്പം തികയത്തില്ലെന്നുള്ളതാണ് 5000 പേർക്ക്. ആണോ അല്ലയോ? അതല്ലേ അവിടുത്തെ പ്രശ്നം. എൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെയും പ്രശ്നം സാലറി ഇല്ലാത്തതല്ലല്ലോ, വരുമാനം ഇല്ലാത്തതല്ലല്ലോ നമ്മുടെ പ്രശ്നം. പക്ഷേ ഈ വരുന്ന സാധനം നമ്മുടെ ആവശ്യം അതിനേക്കാൾ മേളിലായതുകൊണ്ടല്ലേ. നമുക്ക് വരുന്ന നമ്മുടെ സോഴ്സ് ചെല്ലേണ്ടതിനേക്കാൾ വളരെ തുച്ഛമായതുകൊണ്ടല്ലേ. 1000 കിട്ടുമ്പോൾ 2000 കൊടുക്കേണ്ട വരുമ്പോഴല്ലേ പ്രശ്നം. പക്ഷേ 1000 കിട്ടുമ്പോൾ 500 ചിലവുള്ളൂ, ബാക്കി 500 കയ്യിലുള്ളവനല്ലേ 50,000 കിട്ടിയിട്ട് 60,000 ചിലവുള്ളവനേക്കാൾ എടുക്കാൻ. ആണോ അല്ലയോ? അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇല്ലെന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ പ്രശ്നം അതുകൊണ്ട് എന്നാ ചെയ്യാനാണെന്നുള്ളതാണ്. വാട്ട് യു ഹാവ് ഈസ് നോട്ട് ദ പ്രോബ്ലം. പകരം വാട്ട് യു ഡു വിത്ത് ഇറ്റ് ഈസ്. അതിനെക്കൊണ്ട് എന്താണ് നീ ചെയ്യുന്നതെന്നുള്ളതാണ് വിഷയം. ചെറിയത്, ലിറ്റിൽ ക്വാണ്ടിറ്റി ഇൻ യുവർ ഹാൻഡ് ഈസ് എ ലിമിറ്റേഷൻ. ബട്ട് little quantity truthfully placed in our master's hand becomes an example for multiplication. എൻ്റെ കൂടെ ഉണ്ടോ? നിൻ്റെ കയ്യിലുള്ള ചെറുത് നിനക്ക് പോലും ആവശ്യമില്ല, നിനക്ക് പോലും എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ എത്തേണ്ടവൻ്റെ കയ്യിൽ ഇതെത്തിയാൽ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, എത്തേണ്ടവൻ്റെ കയ്യിൽ അതെത്തിയാൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ലിമിറ്റേഷനുകൾ മാറും. ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഈ 5000 പേരുള്ളപ്പോൾ 5 അപ്പം എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്നുള്ളതല്ലേ നമ്മുടെ പ്രശ്നം. ആണോ അല്ലയോ? 5 അപ്പം 5000 പേർക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്നുള്ളതല്ലേ നമുക്ക് പ്രശ്നം. കാരണം ആർക്കും ഒന്നും ആകത്തില്ല. 10 കന്യകമാരുടെ ഊമയ്ക്കകത്ത് പറഞ്ഞത് എനിക്കും തികച്ചാൽ നിനക്കും തികത്തില്ല, ആ അവസ്ഥയായിപ്പോവും അല്ലേ? പക്ഷേ
എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നറിയാത്ത നീ യേശുനാഥൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവൻ മൾട്ടിപ്ലൈ ചെയ്യും. ഡിവിഷൻ്റെ ഓപ്പോസിറ്റ് അല്ലേ മൾട്ടിപ്ലിക്കേഷൻ? ഓ റഥാന മേഖോസിയ റേറ്റേനെ ലേഖേസിയ. സുനിത സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് എന്നോട് ആ പദം ശക്തമായിട്ട് അങ്ങനൊരു അത്ഭുതം വളരെ വേഗത്തിൽ നീ കാണാൻ പോവാം എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഒരു ഹാലിലിയ പറഞ്ഞ ദൂതുകൾ ഏറ്റെടുത്തോ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് വീണ്ടും നമ്മുടെ ഈ പ്രഭാത പ്രാർത്ഥനയ്ക്കകത്ത് കയറി മീറ്റിംഗ് കേൾക്കുന്നവരോട് പറയുന്നു, സ്വർഗം നിൻ്റെ ലിമിറ്റഡ് റിസോഴ്സസിനെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഹാലിലുയ പറഞ്ഞേ. മൂന്നാമത്തെ ചിന്ത, നമ്മുടെ സമയം കഴിഞ്ഞു. 3, 4, 5 പോയിൻ്റ് മാത്രം പറഞ്ഞു വിടാം. 3, God often uses insufficient resources to reveal His sufficiency. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു നമ്മുടെ ഇൻസഫിഷ്യൻ്റായ പരിമിതമായ റിസോഴ്സുകളെ എടുത്തിട്ട്, നമ്മുടെ ഉള്ളതിനെ എടുത്തിട്ട് യേശുക്രിസ്തുവിൻ്റെ സഫിഷ്യൻസി എന്താണെന്ന് തെളിയിക്കും. He didn't create the food from nothing.
ഭൂമിയെപ്പോലും ഇല്ലായ്മയിൽ സൃഷ്ടിച്ചവന്, അല്ലേ, ഉള്ളതിനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കാൻ കഴിയുന്നവന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തെ സൃഷ്ടിക്കാൻ അറിയാവുന്നവന്, ആഹാരത്തെ ഉണ്ടാക്കാൻ അറിയാം, ഇല്ലേ? ബാർലിയെ സൃഷ്ടിച്ചവന്, ഒന്നുമില്ലായെന്ന് ബാർലിയെ സൃഷ്ടിച്ചവന് ബാർലി ബ്രെഡ് ഉണ്ടാക്കാനാണോ പ്രയാസം? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു പിടി മണ്ണിൽ നിന്ന് ഒരാദവനെ സൃഷ്ടിക്കാൻ അറിയാവുന്നവന് 5000 പേർക്ക് ആഹാരം കൊടുക്കാൻ മടിയൊന്നുമില്ല. പോട്ടെ, ഇവരുടെ വിശപ്പിനെ എടുത്തു മാറ്റാൻ കർത്താവിന് ഇങ്ങനെ ഞൊടിച്ചാൽ പോരെ. He did not create food from nothing. Rather, he used what was available with you. നിന്റെ കയ്യിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിനെ ദൈവം യേശുക്രിസ്തു ഉപയോഗിച്ചു. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒരു ചിന്ത ഇവിടുന്ന് പറയാം, എത്ര അംഗീകരിക്കുന്ന അറിയത്തില്ല. He doesn't wait for abundance. He works through what you already have. യേശുക്രിസ്തു നിന്റെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്. പകരം നിന്റെ കയ്യിൽ ഇപ്പം എന്താണോ ഉള്ളത് അതിനെ വെച്ച് കർത്താവ് തുടങ്ങും. ഒരു ആമേൻ പറഞ്ഞോ? നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, പല മേഖലകളകത്ത് യു മേ ലാക്ക് സംതിങ്, നിനക്ക് പലതും ഇല്ലായ്മകൾ കാണാം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പദ്ധതിക്കകത്ത് നിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട്, നിൻ്റെ കയ്യിലുള്ള ക്വാളിഫിക്കേഷനും കൊണ്ട്, നിൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട്, നിൻ്റെ കയ്യിലുള്ള പരിമിതമായ ആമേൻ സ്തോത്രം എക്സ്പീരിയൻസുകൾ കൊണ്ട് സ്വർഗത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. വിശ്വസിച്ച് പറ, Lord, I submit myself and I submit all my resources to you. എൻ്റെ സകലവിധ പരിമിതമായ സാഹചര്യങ്ങളെയും ഞാൻ അവിടുത്തേക്ക് കൈമാറുന്നു. എൻ്റെ മേൽ അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചേ. 4ാമത്തെ ചിന്ത, സമയം പോന്നല്ലോ. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. 2 കാര്യം. യേശു ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങൾ നിരനിരയായിരിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനല്ലേ? സുജാൻറ്റി ബൈബിൾ അടച്ചു വെച്ചില്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം അല്ലേ, ഒന്ന് നോക്കിക്കേ. 14-15 വാക്യം ഒന്ന് വായിച്ച്. അവൻ അവരെ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു എന്നുള്ള ഭാഗം. ലൂക്കോസ് 9:14. ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ ഒരു 50 വീതം പന്തിപന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. 50 വീതം പന്തിപന്തിയായി മതി, 50 വീതം പന്തിപന്തിയായി ഇരുത്തുവീൻ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഞാൻ എന്നൊരു കാര്യം പറയാം. ഇതുവരെ ആമേൻ പറഞ്ഞവരാരും ഇപ്പോൾ ഇറങ്ങിപ്പോവല്ലേ. ബ്ലെസ്സിങ്സ് ഓൾവേസ് ഫ്ലോസ് ത്രൂ ഓർഡർ ആൻഡ് ഒബീഡിയൻസ്. അനുസരണത്തിലൂടെയും എന്താ ഓർഡറിലുമാണ് ബ്ലെസ്സിങ്സ് ഒഴുകി വരുന്നത്. എനിക്ക് ഓർഡർ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ യേശുവിനെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. നിന്റെ മേൽ എങ്ങനെ ദൈവിക അനുഗ്രഹം വരും? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴിൽ വിശ്വസ്തയോടെ ഇരിക്കാൻ കഴിയാത്ത നിന്റെ മേൽ എങ്ങനെ അനുഗ്രഹങ്ങൾ കയറി വരും? അനുഗ്രഹങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. സമ്പത്ത് തരാനും ഒക്കെ പിശാചിനും പറ്റും. ഈവൻ പിശാച് കർത്താവിന് ഓഫർ ചെയ്തു, പിന്നാണോ നിനക്ക് ഓഫർ ചെയ്യാത്തത്? യേശുവിനോട് പറഞ്ഞു ഞാൻ സമ്പന്നനാക്കാവുന്നു, പിന്നെ നിങ്ങളോട് പറയാതിരിക്കുമോ? സമ്പത്തല്ല അനുഗ്രഹത്തിൻ്റെ ലക്ഷണം. അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീക അനുഗ്രഹങ്ങളൂടെ അതിനകത്തുണ്ട്. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഡിവൈൻ പ്രൊവിഷൻസ് often follows divine instructions, not human urgency. നിന്റെ അടിയന്തരമായ ആവശ്യം അനുസരിച്ചല്ല, പകരം ദൈവം യേശുക്രിസ്തു പറഞ്ഞ ദൈവം നൽകിയ ഇൻസ്ട്രക്ഷനുകൾക്കകത്ത് നീ അനുസരിക്കുന്നിടത്താണ് ദൈവിക അനുഗ്രഹങ്ങൾ ഒഴുകുന്നത്. ഒരാമയും പറയാൻ പറ്റുന്നുണ്ടോ? സ്നാനപ്പെടണം എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതിനെതിരായി നിൽക്കുന്ന നിന്നെ യേശു എങ്ങനെ കാണും?
എന്തുകൊണ്ടാണ് അവിടെ സ്നാനം കയറി വന്നെന്ന് എനിക്കറിയത്തില്ല. ഇത് കേൾക്കുന്നവരിൽ ആരേലും എല്ലാം കറക്റ്റാ, ദൂത് കേൾക്കുന്നുണ്ട്, ദൂതനെ കാണുന്നുണ്ട്, മീറ്റിങ്ങുകൾക്ക് പോകുന്നുണ്ട്, ഒരു പ്രയാസമില്ല, പാസ്റ്റേഴ്സിന് സ്വോത്രകാഴ്ച കൊടുക്കുന്നുണ്ട്, സഭയ്ക്ക് നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ശരിയാ, സ്നാനപ്പെടണമെന്ന പ്രമാണം നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, അഞ്ചപ്പത്തിനകത്ത് കൊണ്ട് വെക്കേണ്ട സാധനമല്ല സ്നാനം. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പെട്ടെന്ന് ദൂത് പറയുന്നത് കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നീ ദൈവിക കൽപ്പന അനുസരിക്കാൻ ഇനി മടിക്കരുത്. പല തവണ നിനക്ക് അവസരം നൽകിയിട്ടും നീ ആ മേഖലകളെ നിരാകരിക്കുന്നെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഇല്ലാതെയാകും എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് കൈമാറുന്നു. ദൈവിക പ്രമാണങ്ങൾക്കകത്താണ് അനുഗ്രഹങ്ങൾ ഒഴുകുന്നത്. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, പന്തിയായി ഇരിക്കാൻ പറഞ്ഞാൽ പന്തിയായി ഇരിക്കണം. 50 പേരൊരു പന്തിയിൽ മതിയെന്ന് യേശു പറഞ്ഞാൽ നീ 60 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. മതിയെന്ന് പറയുന്നിടത്ത് മതിയും, ഇരിക്കെന്ന് പറയുന്നിടത്ത് ഇരിക്കുന്നിടത്തുമാണ് ദൈവിക അനുഗ്രഹങ്ങൾ ഒഴുകി വരുന്നത്. എത്ര പേർ സന്തോഷത്തോടെ ഒരാമേൻ പറയും? യേശുവിൻ നാമത്തിൽ. അവസാനത്തെ ഒറ്റ പദം കൊണ്ട് ഒരു പോയിൻ്റൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. 4 മിനിറ്റ് മുമ്പോട്ട് പോയി, അടുത്ത 2 മിനിറ്റ് നമ്മൾ നിർത്തും. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ താൽക്കാലികമല്ല, ഇമ്മീഡിയറ്റ് നീഡല്ല. പകരം അത് നാളുകളിലേക്കും ചിലപ്പോൾ സൂക്ഷിച്ചു വെക്കുന്നതാകും. They all ate and were satisfied and 12 baskets remained. 12 കൊട്ട ശേഷിച്ചു. He doesn't just meet the need. He reveals abundance beyond expectation. നീ ഇന്നത്തെ നിൻ്റെ വിശപ്പിനെ യേശു കണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോഴും കുഞ്ഞെ, ഇന്നത്തെ നിൻ്റെ വിശപ്പിനെ അല്ല, ചിലതൊക്കെ നാളുകളിലേക്കും കർത്താവ് നിനക്ക് വേണ്ടി കരുതി വെക്കും. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിൻ്റെ ഇന്നത്തെ അവസ്ഥ പോലും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാരപ്പെടല്ലേ. അതിൻ്റെ അകത്തും നീ ദൈവസന്നിധി ഇരിക്കുകയല്ലേ. ഇത് കഴിയുമ്പോൾ നിനക്കും നിൻ്റെ തലമുറയ്ക്കും നാളത്തേക്കുള്ളതും കൂടെ കരുതി വെക്കുന്ന, അതെ, 1 ഏക്കറും മാവിൻ തോട്ടം വാങ്ങിച്ചതിന് ശേഷമല്ല എൻ്റെ 4 തലമുറയ്ക്ക് ഇരുന്ന് ഉണ്ണാനുള്ളത് ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയേണ്ടത്. പകരം യേശുവിനെ സ്വന്തം സ്വീകരിച്ചിട്ട് 2 കൈ ഉയർത്തി പറയണം, എനിക്കും എൻ്റെ തലമുറയ്ക്ക് 4 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് ഞാൻ കരുതിയിട്ടുണ്ടെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് യേശുക്രിസ്തുവിനെ സ്വന്തം സ്വീകരിച്ചിട്ട് പറയണം, അടുത്ത 4 തലമുറയ്ക്കുള്ളത് ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. തലമുറയ്ക്ക് യേശുവിനെ കൊടുക്ക്, ബാക്കി യേശു നോക്കിക്കോളൂ. ഹല്ലേലൂയ. He took what was not enough, blessed it, broke it and turned it into more than enough. അല്ലേ? യേശു പരിമിതമായതിനെ എടുത്തു, അനുഗ്രഹിച്ചു, നുറുക്കി, ആവശ്യത്തിലധികമാക്കി മാറ്റി. അനുഗ്രഹങ്ങൾക്ക് മുമ്പ് ഒരു നുറുക്കപ്പെടലുണ്ട്, അതും അനുഗ്രഹമാണ്. What you surrender to Jesus, it never stays as small or limited. നീ യേശുവിന് വേണ്ടി സമർപ്പിച്ചാൽ അതൊരിക്കലും പരിമിതമാകില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. മറക്കാതെ ഈ സന്ദേശം നിങ്ങളുടെ സ്നേഹിതർക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ഈ മെസ്സേജിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തിടാം. അവരോട് പ്രത്യേകം പറയണം, ഈ QR കോഡ് അവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലേക്കുള്ള എൻട്രിയാണ്. അതിനകത്താണ് നമ്മുടെ മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നത്. പ്രഭാത പ്രാർത്ഥനയുടെ ആദ്യത്തെ പ്രൊഫറ്റിക്കൽ സെഷനിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കകത്തൂടെ അവർക്ക് കയറാൻ കഴിയാൽ അത് അനുഗ്രഹമായിരിക്കുമെന്നും പ്രത്യേകം പറയുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ ദൈവസന്നിധി അടച്ചാട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അരുമനാഥനെ, ഇവർ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാകാം. എൻ്റെ സന്ദേശം കേട്ടവരും സന്ദേശം ഇനി കേൾക്കാൻ പോകുന്നവരും, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുമ്പോൾ അസാധാരണ അനുഗ്രഹങ്ങളുടെ കർത്താവ് ഇവരെ നടത്തണമേ. ഇവരുടെ കയ്യിലുള്ള ചെറിയ നീഡുകളെ കർത്താവ് വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റി കരുതുന്നൊരു കർത്താവുണ്ടെന്നുകൂടെ അവർ കാണത്തക്ക തരത്തിൽ ഒരത്ഭുതത്തെ കർത്താവ് ചെയ്യും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം വർദ്ധനവുകളുടെ ദൈവമാണ്. ഗോഡ് ബ്ലസ് യു. നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. അതുവരെ കർത്താവ് നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ.